എന്താണ് ബിസിനസ്, എന്തിനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ഡൂയിങ് ബിസിനസ്? നിങ്ങൾക്കൊരു ഐഡിയ, ഒരാശയം തോന്നി. ഈ ആശയത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്, ആശയത്തിനൊരു പർപ്പസ് ഉണ്ട്. എന്താണത്? ഐഡിയയുടെ പർപ്പസ് ഈസ് ടു സെൽ. അത് വിൽക്കുവാൻ പറ്റണം, വിൽക്കുവാൻ പറ്റണം. വിൽപ്പനയ്ക്കൊരു പർപ്പസ് ഉണ്ട്, ഈസ് ടു മേക്ക് റവന്യൂ. റവന്യൂ കൊണ്ടുവരാൻ പറ്റണം. റവന്യൂവിനൊരു പർപ്പസ് ഉണ്ട്, ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റണം. ആശയത്തിനെ വിൽക്കാൻ പറ്റണം, വിൽക്കുമ്പോൾ റവന്യൂ കൂട്ടാൻ പറ്റണം, റവന്യൂവിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം. ഈ പ്രോഫിറ്റിനെ എന്താക്കാൻ പറ്റണം? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റണം, ക്യാഷ് ഫ്ലോ. കാരണം ബുക്കിൽ മാത്രം പ്രോഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, പെട്ടിയിൽ വേണം പ്രോഫിറ്റ്. അതിൻ്റെ പേരാണ് ക്യാഷ്. പ്രോഫിറ്റിൻ്റെ ലക്ഷ്യം എന്താ? ക്യാഷായിട്ട് എൻ്റെ കയ്യിൽ കിട്ടണം, എൻ്റെ അക്കൗണ്ടിൽ വരണം. ക്യാഷിനൊരു പർപ്പസ് ഉണ്ട്. എന്താണ്? ഇൻവെസ്റ്റ്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾക്ക് കിട്ടുന്ന ക്യാഷ് എന്താണെന്നറിയോ? ഇറ്റ്സ് നത്തിങ് ബട്ട് ക്യാപിറ്റൽ ഫോർ അസ് ടു ഇൻവെസ്റ്റ്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റലാണ് നമ്മളുടെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം. പക്ഷെ നമ്മളെന്താ പലരും ചെയ്യുന്നത്? ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം വി ആർ സ്പെൻഡിങ് ഇറ്റ്. ചിലവാക്കുക. ചിലവാക്കാനുള്ള പൈസയല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയാണ് എന്ത്? നമ്മുടെ ബിസിനസ്സിൽ കിട്ടുന്ന ക്യാഷ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണ്? ഇൻകം ജനറേറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അത് ഇൻകം തന്നുകൊണ്ടേയിരിക്കണം. ആ ഇൻകത്തിനൊരു പ്രത്യേകതയുണ്ട്, പർപ്പസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കട്ടിലിൻ്റെ അടി വെക്കുകയല്ല വേണ്ടത്. യു ഹാവ് ടു സ്പെൻഡ് ചെയ്യണം. ഏത് പൈസയാണ് ചിലവാക്കണ്ടേ? ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് അല്ല ചിലവാക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഇൻകമാണ് ചിലവാക്കേണ്ടത്. ആശയത്തിൻ്റെ ഉദ്ദേശം എന്താ? വിൽക്കാൻ പറ്റണം, വിൽപ്പന റവന്യൂ ആക്കാൻ പറ്റണം, റവന്യൂ പ്രോഫിറ്റ് ആക്കാൻ പറ്റണം, പ്രോഫിറ്റ് ക്യാഷ് ആക്കാൻ പറ്റണം, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇൻകം കൊണ്ടുവരാൻ പറ്റണം, ഈ ഇൻകം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ പേരാണ് മണി സർക്കുലേഷൻ. വാട്ട് ഈസ് ഇറ്റ്? മണി സർക്കുലേഷൻ. മണി സർക്കുലേഷൻ. ഈ മണി സർക്കുലേറ്റ് ചെയ്യുന്നവനാണ് ബിസിനസ്സുകാരൻ.